നമസ്കാരം. എന്റെ പൊന്നു ചങ്ങാതിമാരെ, ഫോണും തുറക്കാൻ പാടില്ല, ഒരു ന്യൂസും കാണാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഹിജാബ് വിവാദമാണ്. ഏതോ ഒരു പെൺകുട്ടി ഹിജാബ് എടുത്ത് സ്കൂളിൽ പോയത്രേ. അത് പ്രശ്നമാണ്, ആകെ മൊത്തം പ്രശ്നമാണ്. ഞാൻ പറയുമ്പോണ്ടല്ലോ, ഈ ഹിജാബ് എന്തിനാണ് ഈ പ്രശ്നങ്ങൾ? ഈ ഹിജാബ് അങ്ങോട്ട് നിരോധിക്കണം. അതായത് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ ഹിജാബ് ഇനി മുതൽ നമ്മുടെ നാട്ടിൽ പാടില്ല, ഇതിട്ടോട് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു നിയമം അങ്ങ് വരുത്തണം. എന്നാൽ പിന്നെ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഹിജാബ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇട്ടിട്ട് സ്കൂളിലൊക്കെ പോണത്. പക്ഷെ അതിന്റെ കൂടെ വേറൊരു നിയമം കൂടി വരുത്തുന്നുണ്ടോ. ഈ ഹിജാബ് ഇടുന്നവരും തോപ്പിടുന്നതുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മുടെ രാജ്യം ഉപേക്ഷിക്കണം. ഉദാഹരണത്തിന്, ഹിജാബ് ഇട്ട ആൾക്കാരുടെ നാട്ടിൽ പോയി ജോലി എടുക്കുന്നതും അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം കൂടി അങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് വലിയൊരു പരിഹാരം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തിനാണ് നമ്മുടെ നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കണമെന്ന്? നമ്മൾ എന്തിനാ നാടയില്ലാത്തോടത്ത് അവിടെ പോയി ഇപ്പോ തോപ്പിട്ട അറബീനെ കാണുമ്പോ അസ്സലാം അലൈക്കും അർബാബ്, അല്ലെങ്കിൽ നമ്മള് ഹിജാബ് ഇട്ട അറബിച്ചിനെ കാണുമ്പോ മാമ അസ്സലാം അലൈക്കും എന്നൊക്കെ പറയുന്നത്? നമുക്കതിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിച്ചാൽ പോരെ. ഞാനിപ്പോ ഒരു കാര്യം എനിക്ക് അതിന്റെ ഓർമ്മയിൽ വരാണ്. 18 കൊല്ലം 19 കൊല്ലം പുറകോട്ട് പോകാണ്ട് ഞാൻ ഈ ഹിജാബ് ഇട്ടവരെയും അതുപോലെ തന്നെ തൊപ്പിയിട്ടവരെയൊക്കെ കുറച്ച് അലർജിയുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയാണ്. അപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്താ അവസ്ഥ എന്ന്. അപ്പൊ ഇദ്ദേഹത്തിന് ഇതൊക്കെ ഭയങ്കര ദേഷ്യമാണ് ഇവരെയൊക്കെ. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഒരു അമ്യൂസ്മെന്റ് പാർക്കില് പോയി, എന്തൊരു ടൂർ പ്രോഗ്രാമായിട്ട് പോയി. അപ്പൊ അവിടെ ഈ വാച്ച് എല്ലാവരും അഴിച്ചു വെക്കുന്നുണ്ട്. ഒരു കാക്ക ഇയാളോട് ഒന്ന് ചോദിച്ചു, മോനെ അസ്സലാം അലൈക്കും, സമയം എന്തായിന്ന് ചോദിച്ചു. ഇവൻ സമയം പറഞ്ഞില്ല, എന്റെ വാച്ച് കംപ്ലൈന്റ് ആന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അയാൾ എന്നോട് അസ്സലാം അലൈക്കും പറഞ്ഞു. ഞാൻ ഇതിന്റെ ആളൊന്നുമല്ല, അതൊക്കെ കോമൺ സെൻസ് വേണം. ഇതിന്റെ ആൾക്കാർ മാത്രമേ അയാളോട് അസ്സലാം അലൈക്കും പറയാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു, എന്റെ പൊന്ന് ചങ്ങാതി, അതിപ്പോ നാടോടിക്കാട്ടിൽ മമ്മൂക്കോയെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോട്, അസ്സലാം അലൈക്കും പറയുമ്പോ വാ അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ മതി. ആ മറുപടി മമ്മൂക്കോയെ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണല്ലോ. അപ്പോ ഇതൊക്കെ പറഞ്ഞ ആള് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇവന് സൗദി അറേബ്യയിൽ ജോലി കിട്ടി. ഇപ്പൊ കാണാൻ നല്ല സുന്ദരനായതുകൊണ്ടും ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ പോലും ഇവന് ജോലി കിട്ടിയത് ദമാമില് ഒരു ഹോട്ടലാണ്. അപ്പോ ദമാമിൽ ഹോട്ടലിൽ ഇവന് റിസപ്ഷനിലാണ് ഇവന് ജോലി. ടൈ ഒക്കെ കിട്ടി കുട്ടപ്പനായിട്ട് നല്ല ശമ്പളമൊക്കെ ഉണ്ട്, നല്ല ജോലിയാണ് കേട്ടോ. എന്റെ പൊന്നു ചങ്ങാതിമാരെ പറയട്ടെ, ഒരു വർഷം ഇവൻ അസ്സലാം വലൈക്കും വലൈക്കും സലാം സലാം മടക്കി മടുത്ത്. ഇവന്റെ മടുപ്പായി, ഇവനങ്ങ് ആകെ മടുത്തു. പറഞ്ഞവരൊക്കെ അസ്സലാം വലൈക്കും അറിയാം. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് ലീവിന് പോവാണ്. ഇവന് കൊടുത്തൊരു ബഹ്റിൻ വഴിയാണ് ടിക്കറ്റ് കൊടുത്തത്. അങ്ങനെ ബഹ്റിനിലെ എയർപോർട്ടിൽ വന്നപ്പോ ഇവന് ഒരു 5-6 കുപ്പിയൊക്കെ മേടിച്ചു. ഇതിന്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവനെ നാട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തിരുന്നപ്പോ ഈ 3 ലിറ്ററാണല്ലോ നമ്മുടെ എയർപോർട്ടിൽ അലോഡുള്ളൂ. ഇവന്റെ അടുത്താണെങ്കിൽ 4-5 ലിറ്ററും ഉണ്ട്. ഇവനങ്ങനെ ചെന്നിരുന്നപ്പോ തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിയാർ ഇരിക്കുകയാണ്. ഇയാളെന്തോ എവിടെയോ ഒരു പ്രഭാഷണത്തിൽ നിന്ന് വന്നാണ് കേട്ടോ. അയാള് ഇങ്ങനെ ഇവനോട് ചോദിച്ചു, ഈ 2 കുപ്പി ഒന്ന് പിടിക്കുവോ, കാരണം ഞാൻ കൊച്ചി എയർപോർട്ടിൽ നിന്ന് മേടിച്ചു, അല്ല കൊച്ചിയോ കോഴിക്കോടോ അതിന്റെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, പൊന്നു മോനെ, വേറെ എന്തും നീ പറഞ്ഞു, എനിക്ക് ലഗേജ് ഒന്നുമില്ല, പക്ഷെ ഈ സാധനം ഞങ്ങൾക്ക് ഹറാമാണ്, ഞാനിത് തൊടൂല എന്ന് പറഞ്ഞു. ഓക്കെ, അതിനും ഇവന് പ്രതിഷേധമായി. ഇവൻ എണീച്ചു പോയി. അങ്ങനെയൊക്കെ അവിടെ എത്തി. അതിന് ഇവൻ പറയാണ്, അയാള് പറഞ്ഞു അയാൾക്കെന്താ എന്റെ 2 കുപ്പി പിടിച്ചായിരുന്നെങ്കിൽ അയാളുടെ കൈ ഒടിഞ്ഞു പോവോ? അപ്പൊ ഞാനും ഇവനോട് പറഞ്ഞു, അല്ല ചങ്ങാതി, അവർക്ക് ഇഷ്ടമില്ലാത്ത, അവർക്ക് ഹറാമായ സാധനം നീ എന്തിനാണ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനം. ഇപ്പൊ ഉദാഹരണത്തിന് നീ നടന്നു പോകുമ്പോ കുറച്ച് തീട്ടം പോഞ്ഞിട്ട് നിന്റെ കൈ തന്നു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടൂല. സോറി കേട്ടോ, പച്ചക്ക് പറയണമെന്ന് തോന്നരുത്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോ ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. കാര്യം നമ്മുടെ ഇന്ത്യ വലിയ രാജ്യമൊക്കെ തന്നെയാണ്. നമുക്ക് വലിയ മതേതര രാജ്യമാണ്. നമുക്ക് ചന്ദ്രനിലും ആകാശത്തും നമുക്ക് സാറ്റലൈറ്റ് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റാഫേൽ വിമാനമൊക്കെ മേടിക്കും, നമ്മളിടയ്ക്ക് മിസൈൽ വിടും, പാകിസ്ഥാനിൽ ഉള്ള വെടിവെപ്പ് കളികളൊക്കെ ഉണ്ട്. ജനഗണമന വന്നാൽ നമുക്ക് എഴുന്നേറ്റൊക്കെ നിൽക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോ നമ്മുടെ ഇന്ത്യ ഒന്നും ഇല്ലാതായി മാറുകയാണ് കേട്ടോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാല്, ഇതൊക്കെ പറഞ്ഞാലും iPhone 17 അല്ലെങ്കിൽ കുഴിമന്തിയും കഴിക്കണമെങ്കിൽ ഇന്നും ഗൾഫിലെ പൈസ വരണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കാര്യം കട്ടപ്പൊക്കെയാ. ഉള്ള പാടം പോലും കൃഷി ചെയ്യുന്നില്ല. ഇപ്പോ ഈ ഗൾഫ് രാജ്യത്തു നിന്നാണ് നമ്മുടെ നാട്ടിലെ ഒരു 70-80% ഫണ്ടും വരുന്നത്. കാരണം ഇപ്പൊ യൂറോപ്പിൽ പോയവർക്ക് പൈസ ഇല്ലാന്നല്ല, ഇവരൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക പല കാര്യങ്ങൾക്കും. അവർ നാട്ടിലേക്ക് കാശൊന്നും അയക്കൂല. അപ്പൊ ഞാൻ ഈ ഒരു രാജ്യത്ത് ജീവിക്കാനായിട്ട് പറയാം കേട്ടോ. അപ്പൊ കിട്ടുന്ന പൈസ മൊത്തം ചെറുകിട, പിന്നെ വിസിറ്റിന് പോയിട്ടും അത് പോയിട്ടും ഏത് വിദ്യാഭ്യാസമില്ലാത്ത പൊട്ടനും അവിടെ നാളെ മാനേജറായിട്ട് എത്രയോ കമ്പനികളിൽ ഇരിക്കുന്നുണ്ട്, ടൈയൊക്കെ കെട്ടി നല്ല ശമ്പളമൊക്കെ മേടിച്ച്. ഇതൊന്നും ഈ രാജ്യത്ത് നടക്കൂല. ഇവിടെ വിവരമുള്ളവർ മാത്രമേ ജോലിയൊക്കെ കിട്ടൂ. അപ്പോ ഇങ്ങനെയുള്ള രാജ്യത്ത് പോയി പണിയെടുക്കുകയും ചെയ്യും. അവിടെ കാണുമ്പോ ഓഹോ ആഹാ, ഇവിടെ വരുമ്പോ ഓഹോ, അതെന്ത് ന്യായമാണ്?
അങ്ങനെയാണ് ഞാൻ പറയും എല്ലാം നിരോധിക്കണമെന്ന്. ഹിജാബുള്ളിടത്ത് നമ്മൾ പോവണ്ട, അന്തസ്സായിട്ട് നമ്മള് തൂമ്പ എടുത്ത് കിളച്ച് ജീവിക്കണം നമ്മുടെ നാട്ടിൽ, എന്നിട്ട് കാണിച്ചു കൊടുക്കണം. അതല്ലേ വേണ്ടത്.